പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ മരുപ്രായിലോട്ട് പോകുന്ന ഇപ്പുറത്തെ റിംഗ് റോഡിലോട്ട് കയറുക. ഒരു വീട്ടിലെ ഊണ് കഴിക്കാൻ വേണ്ടി പോയി. ഇവിടെ എങ്ങനെ ഉണ്ടാ, ഇവിടുന്ന് റൈറ്റിലേക്ക് കണ്ട് ഈ കുരിശിന്റെ അവിടുന്ന് റൈറ്റിലേക്ക് കയറണം. ഇവിടെ രുചിയുടെ ഒന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, ഇവിടെ രുചിയുടെ ഒന്നും കണ്ടിട്ടില്ല. ഈ പള്ളിയുടെ സൈഡിൽ കൂടെ കയറി പോകണം. അവിടെ മാതൃഭൂമിയുടെ ഓഫീസുണ്ട് ലെഫ്റ്റ് സൈഡിലെ. ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇതുവഴി അങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞു. 2:30 ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പൊ ഊണ് പറഞ്ഞിട്ടുണ്ട്, തരാന്ന് പറഞ്ഞു. ഇതേ മത്തങ്ങ കറി ഒരുപാട് സാധനം ഉണ്ടായിരുന്നു, കഴിഞ്ഞെന്ന് പറഞ്ഞു. 2:30 ആയില്ലേ, സ്വാഭാവികമായിട്ട് കഴിയും. എന്നിട്ട് നമുക്ക് കിട്ടിയില്ലേ. ഒരെണ്ണം അവിടെ വെച്ചായിരുന്നു. ആ ബീഫ് റോസ്റ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് റോസ്റ്റ് മാത്രമേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. മത്തങ്ങ കറി, മത്തങ്ങ തീര് പോലുള്ള സംഭവമുണ്ട്. പച്ചടി ഉണ്ട്, സൂപ്പറാ. മോര്, സാമ്പാർ, പരിപ്പാണെന്ന് തോന്നുന്നു. പരിപ്പാണെങ്കിൽ പൊളിച്ചു. പരിപ്പാണ്. സൂപ്പറാ കേട്ടോ. ഇവിടെ ഊണൊക്കെ കഴിഞ്ഞ് വന്ന് ഐസ്ക്രീം കഴിപ്പാ. ഷാനവാസിലെ എന്തല്ലേ ഐസ്ക്രീം ഇല്ല. അല്ലെങ്കിൽ മുട്ടായി വേണം, അല്ലെങ്കിൽ തിന്നാൻ പറ്റുന്ന. അതുകൊണ്ടാണ് മേടിക്കാൻ. പിന്നെ ഇവിടെ ഐസ്ക്രീം കഴിയുക. ആരുടെ ആണോ? ഓക്കെ. ഷാനവാസ് അലി പറയുന്ന പല്ലെടുത്തിരിക്കും, അതുകൊണ്ടാണ് കഴിക്കാൻ പറ്റാത്തത്. സാധാ ഊണ് കഴിക്കാൻ ഇടിയിറച്ചിയുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, അങ്ങനെ മീൻ്റെ ഒരുപാട് ഫ്രൈകളുണ്ട്, മീൻകറിയുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്, കപ്പയുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. പത്തനംതിട്ട പലയിടത്തും വീട്ടിലൂണ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്, രുചിയിടം. പിന്നെ ഇവിടേക്ക് വരാൻ ലൊക്കേഷൻ ആവശ്യമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞു തന്നു. സെൻറ്റ് പീറ്റേഴ്സിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് റൈറ്റിലേക്ക് കയറിയാൽ മതി. പള്ളി കഴിഞ്ഞാൽ ഉടനെ റൈറ്റിലോട്ടുള്ള ആ ചെറിയ വഴി അങ്ങോട്ട് കയറിയാൽ മതി. ആ ചെറിയ വഴി കയറുമ്പോൾ തന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ രുചിയുടെ ലെഫ്റ്റിലേക്ക് ആരോ കാണിച്ചിട്ടുണ്ട്, അങ്ങോട്ട് കയറിയാൽ മതി. ഇനി അല്ല ലൊക്കേഷൻ വേണ്ടവരെ കമൻറ്റിൽ പറഞ്ഞാൽ മതി, നമ്മൾ ലൊക്കേഷൻ അയച്ചു തരും. വീണ്ടും കാണാം. സൈനിങ് ഓഫ് നൗഷാദ്.